കർത്താവായ ദൈവങ്ങൾ അനുഗ്രഹം പ്രതീക്ഷിച്ചു നൽകി ദാസനെ അങ്ങയുടെ രാജ്യഗണത്തിൽ ചേർക്കുകയും പ്രസാദപരങ്ങൾ പ്രകാശിപ്പിക്കുകയും ചെയ്യണം. ജലതലം പരിശുദ്ധന്മാർ വീണ്ടും ജനിച്ച് പിതാവെ അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനും സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് എപ്പോഴും ലൂക്ക ബേബി. ഇപ്പൊ എന്റെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. പക്ഷെ ഈ ടെൻഷനും സ്ട്രെസ്സും എല്ലാം ഉള്ള ഒരു ജേർണിയുടെ അവസാനം ഉണ്ടായ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ് ലൂക്ക. ഞാനങ്ങനെ വലിയ എക്സൈറ്റഡ് ആവുന്ന ആളൊന്നല്ല. ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് കൊച്ചിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഗ്നന്റ് ആയപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ എനിക്ക് അത്രയൊക്കെ ഉള്ളു, വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഇവന്റെ നേരിട്ട് കണ്ടിട്ട് ഒരു കളി ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു മിനിയേച്ചർ രൂപം കാണുമ്പോഴുള്ള ഒരു സാധനമുണ്ട്. ലൂക്ക എന്നുള്ള പേര് ഞാനാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ആദ്യമേ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഗേൾ ബേബി ആണെങ്കിൽ അതിന്റെ മമ്മിയുടെ പേര് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതുപോലെ ബോയ് ബേബി ആണെങ്കിൽ പപ്പയുടെ പേര്, അത് രണ്ടുപേരും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ പപ്പയുടെ പേര് ജോൺ എന്നാണ്. അപ്പൊ ആ ജോൺ നമ്മൾ എന്തായാലും ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ലൂക്ക സെലക്ട് ചെയ്ത അതിലാണ്. അപ്പൊ ലൂക്ക ജോൺ Everyone's rushing through the city, but I think the twilight looks so pretty the way you showed me. 'Cause I've been growing out. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ ഏറ്റവും നല്ലൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും നല്ല പാരന്റ്സ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പപ്പയും മമ്മിയും എങ്ങനെയാണോ അവരാണ് ഞങ്ങളുടെ റോൾ മോഡല്, അതുപോലെ തന്നെ നല്ല പാരന്റ്സ് ആയിട്ട് ലൂക്കിക്ക് ഞങ്ങൾ വരണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. എന്റെ ആത്മാവെ നീ എന്തിന് ആകുലപ്പെടുന്നു, നീ എന്തൊരു വിഷാദിച്ചുഴലുന്നു, നീ സ്തുതിക്കുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോൺ മുദ്രിതമായിരിക്കുന്നു. നീ തരുന്ന ഹാപ്പിനെസ് എന്തോരം ഉണ്ടെന്ന് നിനക്ക് അറിയില്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. അപ്പൊ ഇനിയാണേലും എല്ലാ കാര്യത്തിലും അപ്പയും അമ്മയും കൂടെ ഉണ്ടാവും. ചേച്ചി ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കാനഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയും പ്രഗ്നൻസിയുടെ കൂടുതൽ സമയം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മദർഹുഡ് എന്തോരം വേദനയിലൂടെയാണ് അല്ലെങ്കിൽ എന്തോരം സ്ട്രഗിളിലൂടെയാണ് ആൾ കടന്നു പോകുന്നത്. ആ മൊമെന്റ് എന്തോരം സ്പെഷ്യൽ ആണെന്നുള്ളത് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ലൂക്ക ബേബി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ്.
feel like I could fly. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ലുക്കാച്ചാപ്പയ്ക്കും അമ്മയ്ക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയാണെങ്കിൽ എന്ത് കാര്യത്തിലും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നീ ഞങ്ങൾക്ക് തരുന്ന ഹാപ്പിനെസ് എന്തോരം ഉണ്ടെന്ന് നിനക്കറിയില്ല. വി ആർ വിത്ത് യു ഓൾവേസ്. ഇപ്പം ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് ഒരു ഫ്രണ്ട്സ് വൈബിൽ അങ്ങോട്ട് പോവാം. അത്രേ ഉള്ളൂ.